ആ എവിടെ ആയിരുന്നു? എന്തേ കണ്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞ് കാത്തിരിക്കുമായിരുന്നു. എന്തൊക്കെയാ പറയുന്നേ? ഒന്ന് വായിച്ചു കളയാം. ഗോവയിൽ അധികാരത്തിലെത്തിയാൽ 5 ദിവസത്തിനകം E20 പെട്രോൾ നിരോധിക്കും. പ്രഖ്യാപനവുമായി അരവിന്ദ് കെജ്രിവാൾ. അരെ വാ, എന്തൊക്കെയാലേ കേൾക്കുന്നേ? അരവിന്ദ് കെജ്രിവാൾ ഒരു സംഭവം തന്നെയാണ്. സംശയമില്ല. അല്ല, നിങ്ങൾക്ക് നിലവിലൊരു സംസ്ഥാന ഭരണം ഇല്ലേ? ഏ ആ സംസ്ഥാനത്ത് ഈ പറഞ്ഞ സാധനം നടപ്പാക്കിയതിന് ശേഷം ഈ പറയുന്നതിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടെന്ന് പറയാം. ഇതിപ്പോ അധികാരത്തിൽ എത്തിയാൽ 5 ദിവസത്തിനകം പെട്രോൾ നിരോധിക്കുമെന്നൊക്കെ പറയാനായിട്ട് നിങ്ങളിത് പഞ്ചാബിൽ നടത്തിയായിരുന്നു. അല്ല, ഒരു സംസ്ഥാനമേ ഉള്ളു കയ്യിൽ. രണ്ടെണ്ണം ഉണ്ടായിരുന്നത് ഒരെണ്ണത്തിൽ തൂത്തെറിഞ്ഞ്, ഡൽഹിയിൽ തൂത്തെറിഞ്ഞ് അവിടെ BJP കയറ്റിയിരുത്തി ജനങ്ങൾ. അപ്പൊ ഇനി ആകപ്പാടുള്ളത് പഞ്ചാബിലാണ്. അപ്പൊ അവിടെ ഒന്ന് ഇതൊന്ന് കാണിച്ചിട്ട്, അവിടെ ഒന്ന് ഇത് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ പറയുന്നതെങ്കിൽ ജനങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടായേനെ. ഇതിപ്പോ ചിലർ വിചാരിക്കും ഇത് തള്ളാണെന്ന്. അത് മോശമല്ലേ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. അല്ല, കെജ്രിവാള് തള്ളുവോടെ? അതോ ഇത് ശരിയാണോടെ? അല്ല, ഈ പെട്രോളിന്റെ കാര്യമൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന സർക്കാരുകളാണോ നിരോധിക്കുന്നതും ഒക്കെ തീരുമാനിക്കുന്നത്? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. അത് കേന്ദ്ര സർക്കാരല്ലേ തീരുമാനിക്കുന്നത്? അത് ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാരെ ഏൽപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയോ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. പക്ഷെ എന്തായാലും കൊള്ളാം. കേട്ടതിൽ വെച്ച് നല്ല വലിയ ഒരു ബ്രഹ്മാണ്ഡ കോമഡി ആയിപ്പോയി എന്ന് പറയേണ്ടി വരും. ഗോവയിൽ അധികാരത്തിലെത്തിയ 5 ദിവസത്തിനകം E20 പെട്രോൾ അങ്ങ് നിരോധിച്ചു കളയും. അല്ല, ഈ പറഞ്ഞ കെജ്രിവാൾ അണ്ണൻ ഇത് പഞ്ചാബി നടത്തി കാണിച്ചിട്ട് ഈ ഡയലോഗ് അടിച്ചിരുന്നെങ്കിൽ അത് കേൾക്കാനായിട്ടൊരു സുഖം ഉണ്ടായിരുന്നു. ഇതിപ്പോ ഉള്ളടത്ത് ചെയ്യാനും വയ്യ, എന്നാൽ ഇനി നിങ്ങൾ എന്നെ കയറ്റിയ അവിടെ ഞാൻ ചെയ്യുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതെന്തോ ആടിനെ പട്ടിയാക്കുവാണോ? അല്ല, അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. ഒരു കാര്യം ഉറപ്പായി. കാരണം ഗോവയിൽ അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ BJP അധികാരത്തിലേറ്റാനായിട്ട് അണ്ണൻ നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രതിപക്ഷ വോട്ടുകളൊക്കെ ഭിന്നിപ്പിച്ച് കോൺഗ്രസിന് കിട്ടാനുള്ള വോട്ടുകൾ കൂടി അതിൽ കുറച്ച് വോട്ടുകൾ അണ്ണനും പിടിച്ചിട്ട് BJPയെ സുഖകരമായിട്ട് ഭരണം ഏൽപ്പിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു നീക്കമാണ് നമ്മുടെ കെജ്രിവാൾ അണ്ണന്റെ ഭാഗത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. എന്തായാലും കൊള്ളാണ്ണ, ഇത് തുടർന്നോളൂ. BJPക്ക് വളരെ സുഖകരമായിട്ട് ഇനി അടുത്ത ഭരണം കൂടി നൽകുന്ന തരത്തിലോട്ട് നിങ്ങൾ കാര്യങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. എന്തായാലും കോൺഗ്രസിന്റെ കാര്യം അതോ ഗതി തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ്. അതിലൊരു സംശയമില്ല. കാരണം പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും കോൺഗ്രസ്? ഞങ്ങളെ വോട്ടുകളൊക്കെ തന്നെ നിങ്ങളിങ്ങനെ ഭിന്നിപ്പിച്ചെടുത്തോണ്ടിരുന്ന ഞങ്ങൾ എന്തോ ചെയ്യും? ഞങ്ങൾക്ക് എവിടെ നിന്ന് വോട്ട് കിട്ടാനായിട്ട്? ഇത് വല്ലാത്ത ചതിയാണ്, ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തായാലും നരേന്ദ്രമോദിക്ക് കെജ്രിവാൾ എന്ന് പറയുന്ന ആള് ഒരു ഐശ്വര്യം തന്നെയാണ്. അതായത് രാഹുൽ ഗാന്ധി ഒരു ഐശ്വര്യമാണ് എന്ന് പറയുന്ന കണക്ക് തന്നെ ഇപ്പോൾ കെജ്രിവാളും ഒരു ഐശ്വര്യമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്നാണ് തോന്നുന്നത്.